ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമന്നാരായണീയം ദശകം 33 ശ്ലോകം 7-8. ധാവന്നശേഷഭുവനേഷു ഭിയാസ പശ്യൻ വിശ്വത്ര ചക്രമപി തേ ഗതവാൻ വിരിഞ്ജം കഃ കാലചക്രമതിലംഘയതീത്യപാസ്തഃ സർവം യയൗ സ ച ഭവന്തമവന്ദതൈവ ഭൂയോ ഭവന്നിലയമേത്യ മുനിം നമന്തം പ്രോചേ ഭവാനഹമൃഷേ നനു ഭക്തദാസഃ ജ്ഞാനം തപശ്ച വിനയാന്വിതമേവ മാന്യം യാഹ്യം പരീഷപദമേവ ഭജേതി ഭൂമൻ. ധാവൻ അശേഷ ഭുവനേഷു ധാവൻ അശേഷ ഭുവനേഷു ഭിയാ സ പശ്യൻ വിശ്വത്ര ചക്രമപി തേ ഗതവാൻ വിരിഞ്ജം കഃ കാലചക്രം അതിലംഘയതി ഇതി അപാസ്തഃ. കഃ കാലചക്രമതിലംഘയതീത്യപാസ്തഃ സർവം യയൗ സഹ ച ഭവന്തം അവന്ദത ഏവ ഭവന്തമവന്ദതൈവ അവന്ദത മൃദുദ ഭവന്തം ത ഫസ്റ്റ് ത അവന്ദത ഏവ അവന്ദതൈവ ഭൂയഃ ഭവത് നിലയം ഏത്യ ഭൂയോ ഭവന്നിലയമേത്യ മുനിം നമന്തം പ്രോചേ ഭവാൻ അഹം ഋഷേ നനു ഭക്തദാസഃ പ്രോചേ ഭവാനഹം ഋഷേ നനു ഭക്തദാസഃ ജ്ഞാനം തപഃ ച തപശ്ച വിനയ ആന്വിതം ഏവ വിനയാന്വിതമേവ മാന്യം യാഹി അംബരീഷ പദം ഏവ ഭജ ഇതി ഭൂമൻ യാഹ്യംബരീഷപദമേവ ഭജേതി ഭൂമൻ. പദം. ഹരേ കൃഷ്ണ. പോന ശ്ലോകത്തിലെ പാത്രം എന്താ ഭഗവാനോട് സുദർശന ചക്രം വന്ന് എന്താ കൃത്യേയ ദുർവാസ മഹർഷി ഉണ്ടാക്കിന കൃത്യേയ அப்படியே ശലഭം മാതിരി அது எரிஞ்சு போச்சு அப்படிங்கிறது போன ஸ்லோகத்தில் பார்த்தோம். 7வது ஸ்லோகத்தில் என்ன சொல்றான்னா, அந்த சுதர்சன சக்கரத்தை பார்த்ததும் மகர்ஷிக்கு ரொம்ப பயம் வந்து கொடுத்தான். சஹா பியா அசேஷ புவனேஷு தாவன். இந்த மகர்ஷி இந்த சுதர்சன சக்கரத்தை பார்த்து பயந்து ഭുവനങ്ങൾ പൂര ഓടിനാര ധാവൻ ഓടിനാർ. വിശ്വത്രത്തെ ചക്രമപി പശ്യൻ. എങ്കെങ്ക അവർ പോറാരോ അങ്കെല്ലാം അവർക്ക് പിന്നാടി அந்த ചക്രവും തെരിയறது. അപ്പൊ അവർക്ക് എന്താ ഭയം വിട്ടേ മാറരുതില്ലേ. കടശീല ഇനി ഇങ്ങ ഭൂമിയിലെല്ലാം ഓടിയിട്ട് കാര്യമില്ല ചൊല്ലി നേരെ വിരിഞ്ചം ഗതവാൻ ബ്രഹ്മാവ് പോയി ശരണം പ്രാപിക്കാറ്. അപ്പൊ ബ്രഹ്മ ചൊല്ലാറ് കഹ കാലചക്രം അതിലംഘയതി ഇതി അപാസ്തഃ സർവം യയോ സഹ ച ഭവന്തം അവന്ദത ഏവ. കഹ കാലചക്രം അതിലംഘയതി
കാലചക്രത്തെ അതിക്രമിക്കறதுக்கு ആരാല മുടിയും? കാലചക്രം എന്ന കാലസ്വരൂപமான ചക്രം. കഴിഞ്ഞു പോന കാലങ്ങളൊന്നും നമ്മൾക്ക് ഇനി തിരുമ്പി വരാതെ പോനതെല്ലാം പോയാച്ച്. ചില സമയം നമ്മൾക്ക് തോന്നും ഇത്രയും കാലം നമ്മൾ എന്താ ഭഗവത് ഭജനമൊന്നും പണ്ണലേ, ഇപ്പിടി നമ്മളോട് കാലം കഴിച്ചുട്ടോമേ, ഇനി കൊഞ്ചം നാൾ തന്നെ ശേഷമുള്ളത്. ഇത്ര വയസ്സായാച്ച്, എന്താ വയസ്സില് പാതിക്ക് മേലെ തൂങ്ങി പോച്ച്, ബാക്കി പാതി വേല പണി പോച്ച്. അപ്പൊ അടുക്കള വേലയാണാലും ശരി, അല്ല വെളിയില് സമ്പാദനം ധനസമ്പാദനത്തിന് വേണ്ടിയാനാലും ശരി, അപ്പടി നമ്മളോട് സമയമെല്ലാം പോച്ച്. ഇനി ഇന്ത സമയമൊന്നും വരാതെ അപ്പടിന്ന് കാലസ്വരൂപமான ചക്രത്തില് നമ്മൾക്ക് സമയം പോയെടുത്തേ തോന്നും. അതേമാതിരി ഇങ്ങ அந்த കാലചക്രത്തെ എപ്പടി ആരാലെയും പിടിച്ച് നിർത്ത മുടിയാതോ, അതേമാതിരി இந்த ചക്രത്തെയും സുദർശന ചക്രത്തെയും ഭക്താള് ആര് ഉപദ്രവിക്കണം ഇല്ലാട്ട കഷ്ടപ്പെടുത്തണം നിனைக்கிறாளோ അവൾക്കെതിരെ വരപ്പെട്ട എന്താ ചക്രത്തെ ഒരാളാലെയും നിർത്ത മുടിയാത്. അപ്പടിന്ന് വിരിഞ്ചം ബ്രഹ്മ ചൊല്ല ഇതി അപാസ്തഹ ഇപ്പടിന്ന് ബ്രഹ്മ ചൊല്ല ശർവം യയോ നേരെ ശിവനെ പോയി പാക്കറാളാം. അപ്പൊ ബ്രഹ്മ കൈമലർത്തി വിട്ട എന്നാലൊന്നും പണ്ണ മുടിയാതെ ഉടനെ ശർവഹ ശിവനെ പോയി പാക്കറാറ്. സഹച ഭവന്തം അവന്തത അവരുടനെ രണ്ട് കയ്യും വെച്ച് തൊഴുതുവിട്ടാര. അവന്തത നടിഞ്ഞിട്ട് അതിന് വൈഷ്ണവമാന യാതൊന്നെയും എതിർക്കறதுக்கு എന്നാല മുടിയാത് அப்படிங்கிறது വായാല ചൊല്ലാതേക്ക് അത് ബോഡി ലാംഗ്വേജാല കാട്ടിവിട്ട. അത് കഴിഞ്ഞതും അപ്പത്താൻ ഇവർക്ക് എന്നെ ചെയ്യണം തിരിയല്ലേ. ഇനി നേരെ വിഷ്ണുട്ടത്താൻ പോണം. ഭൂയഹ ഭവനിലയം ഏത്യ നമന്തം മുനി. അതുക്കപ്പുറം നേരെ ഭവൻ നിലയം ഭഗവാനോട് ലോകം വൈകുണ്ഠத்துக்கு പോറാൻ അങ്ക പോയി നമന്തം നമസ്കാരം പണറാൻ. ഭൂമൻ ഭവാൻ പ്രാജേ, ഹേ ഭഗവാനെ സർവവ്യാപിയാന ഭഗവാനെ, ഭൂമൻ സകലടത്തിലെയും നിറഞ്ഞിരിക്കപ്പെട്ട ഭഗവാനെ அப்படின்னு சொல்லிட்டு சொல்றார் ഋഷേ. അപ്പൊ എന്നെ ഇത് വണ്ണം രക്ഷിക്കണം அப்படின்னு ചൊന്നതും ഭഗവാൻ തിരുപ്പി ചൊല്ലറാർ പ്രാജേ ഭവാൻ പ്രാജേ. ഭഗവാൻ ചൊല്றார் ഋഷേ അഹം ഭക്തദാസ അഹം ഭക്തപരാധീന നഹ്യ സ്വതന്ത്ര. ഞാൻ ഭക്തനുക്ക് അടിമപ്പെട്ടവനാക്കും കട്ടുപ്പെട്ടവനാക്കും. ഭക്താൾക്ക് ഭക്തിനാല് ഭക്താൾ എന്നെ കെട്ടിപ്പോട്ടിരിക്ക. എങ്ക ഭക്തി இருக்கோ அங்க அதுலேருந்து என்னால விட்டு வர முடியாது. அது തന്നെ இன்னைக்கு ഗുരുവായൂരില് പ്രസാദത്തിൽ നിന്നിരിക്കത്തെ ആരോ രണ്ടുപേര് പേശിക്കരുത് കാതല വിഴുന്നത്. സന്ത് വൃന്ദാവനിലെ സന്ത് മഹിമാ ചൊല്ലിയൊരു ബുക്ക് ഏതോ ഇരിക്ക്, அதை பத்திയൊക്കെ അവ പേശിന്തിരിക്ക. അങ്ക അവ ഒത്തരിക്കൊത്തരി പേശിക്കറാളാ. കൃഷ്ണ കൃഷ്ണ കൂപ്പിട്ടനെ ഭഗവാൻ വരുവരാ, രാധേ രാധയെ കൂപ്പിട്ട ഭഗവാൻ വരുവരാ அப்படின்னு പേശിക്കറാളാ. അപ്പോ കൃഷ്ണ കൃഷ്ണ കൂപ്പിട്ട കൃഷ്ണരെ കൂപ്പിട്ട വേണമെന്ന കൃഷ്ണർക്ക് എന്നാ കേൾക്കലാം, അല്ല കേൾക്കാത്ത മാതിരിയും വേണമെന്ന് ഇരിക്കലാം. അന രാധേ രാധയെ കൂപ്പിട്ട വെച്ചാ അന്ത രാധാദേവിയോട് നാമം ചൊല്ലിക്കഴിഞ്ഞാ അവർക്ക് അപ്പടിയും മനസ്സിളകിയോട് കൂടി വന്നുകൊണ്ട് വരാം. அதனாலதான் ராதே ராதே கூப்பிடுறான் அங்க. அதே மாதிரி இங்க பக்தனுக்கு நான் அடிமைப்பட்டிருக்கேன் அப்படின்னு சொல்றேன். ഋഷേ അഹം ഭക്തദാസഃ, நான் ഭക്താൾക്ക് ദാസനാകും. ജ്ഞാനം തപഃ ച വിനയാന്വിതം ഏവ മാന്യം. അറിവും ഉങ്ങളോട് ജ്ഞാനം അറിവും തപഃ തപസ് അല്ലാട്ടാ നിങ്ങൾ പണ്ണപ്പെട്ട എന്താ നിത്യ കർമാനുഷ്ഠാനങ്ങൾ ഇതെല്ലാം എപ്പടി ഇരിക്കണമെന്ന വിനയാന്വിതം ഏവ മാന്യം. അതും കൂടെ വിനയം കൂടി വേണം. ഞാൻ ഇത് പണ്ണിനേൻ അത് പണ്ണിനേൻ നൂത്തെട്ട് ഭാഗവത സപ്താഹം പണ്ണിനേൻ ഇല്ലാട്ട ഇത്ര നാരായണീയം വാശിച്ച്
അത് മാത്രം ചൊന്നയില് കാര്യമില്ലേ, അതും കൂടെ എന്നെ കൂടി വേണം ചൊല്ലാൻ. വിനയാന്വിതമേവമാനി, അതൊക്കെ വിനയം കൂടി ഇരുന്നാത്താൻ അതൊക്കെ വേണമെങ്കിൽ മതിപ്പ് കിടക്കുമാ. യാഹി അംബരീഷപദം ഏവ ഭജ ഇതി. ഇനി നിങ്ങൾ നേരെ പോയി அந்த അംബരീഷനോട് കാലിൽ പോയി ശരണം പ്രാപിങ്കോ. അത് മാത്രം തന്നെ உங்களுக்கு இந்த സുദർശനത്തിലിருந்து രക്ഷപ്പെടുത്തുകാൻ ഒരു വഴി அப்படின்னு ഭഗവാൻ ചൊല്ലിയെന്ന് പറഞ്ഞു. ഹരേ കൃഷ്ണ.